السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റബ്ബ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തആല വമാ നസല മിനൽ ഹഖ്, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ഈ സത്യം നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ലയോ? റബ്ബ് ചോദിക്കുകയാണ്, വമാ നസല മിനൽ ഹഖ് വലാ തകൂനു വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. ഇതിന്റെ മുമ്പും അല്ലാഹു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്, തൗറാത്തും ഇൻജീലും. എന്തേ അതിലൊന്നും ഈ അത്ഭുതം കാണാത്തത്? അവരായിട്ട് അതിനെ എടുത്തു മാറ്റുകയും കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. വിശുദ്ധ ഖുർആനിൽ നമ്മളായിട്ടോ ആരും ഒരു മനുഷ്യനും അതിൽ കടത്തിക്കൂട്ടാൻ പറ്റുകയില്ല, ഒരാൾക്ക് അതിൽ ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. ഖൽബിന്റെ ലോകത്തുള്ള മുഴുവൻ മുസ്ഹഫും കരിച്ചു കളഞ്ഞാൽ തന്നെയും ലക്ഷക്കണക്കിന് ഹാഫിളീങ്ങളുടെ ഖൽബിൽ നിന്ന് വീണ്ടും അത് രേഖപ്പെടുത്തിയെടുക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹു പ്രിസർവ് ചെയ്ത ഗ്രന്ഥമാണിത്. നിങ്ങൾ മുൻഗാമികൾ അള്ളാഹുവിന്റെ കലാമിനെ പെരുമാറിയ പോലെ നിങ്ങൾ പെരുമാറുകയാണോ? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും ബഹുമാനവും നിങ്ങൾ കൊടുക്കാതിരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ? അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കുന്നില്ലയോ? അവന്റെ കലാമിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ? മുഫസ്സിരീങ്ങൾ പറയാണ്, ഇന്ന ഖൗമി വഖാല റസൂൽ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഈ കലാമിനെ, അല്ലാഹുവേ നിന്റെ കലാമിനെ, നിന്റെ വിശുദ്ധ ഖുർആനിനെ എന്റെ ആളുകൾ മഹ്ജൂറ, അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞല്ലോ റബ്ബേ എന്ന് മുത്തുനബി റബ്ബിനോട് പരാതി പറയുന്ന മുഫസ്സിരീങ്ങൾ പറയാം, മുഹദ്ദിസീങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ, ഉലമാ പറയുകയാണ്, മല്ലം യഖ്തിമുൽ ഖുർആന ഫീ ശഹ്റിൻ ഫഖദ് ഹജറഹു. ഒരു മാസത്തിൽ ഒരിക്കൽ ഒരാൾ ഖുർആൻ മുഴുവനായി ഓതിയില്ല എങ്കിൽ, ഖുർആൻ ഒരു മാസം കൊണ്ട് ഖതം തീർത്തിട്ടില്ല എങ്കിൽ ഫഖദ് ഹജറഹു, അവർ വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ദിവസം 25 മിനിറ്റ് അല്ലാഹുവിന്റെ കലാം ഓതാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. ഒരു ജുസ് ഒരു ദിവസം ഓതിയാൽ ഒരു മാസം 30 ദിവസമാകുമ്പോൾ ഒരു ഖതം തീർക്കാൻ പറ്റും. ഒരു ദിവസം ഒന്ന് ഓതിയാൽ ഒരു മാസം കൊണ്ട് ഒരു ഖതം. അതുകൊണ്ടാണ് മല്ലം യഖ്തിമുൽ ഖുർആന ഫീ ശഹ്റിൻ ഫഖദ് ഹജറഹു. ഈ ഖുർആൻ അവർ ഉപേക്ഷിച്ചു റബ്ബേ എന്ന് നബി പരാതി പറയും. ആരെപ്പറ്റി? മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഖതം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഖുർആനിനെ ഹജർ ചെയ്തവരാണ് എന്നാണ് നമ്മുടെ ഉലമാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഒരുപാട് ന്യൂസ് ചാനലുണ്ട് ഇഷ്ടം പോലെ. അതൊന്നും കണ്ടിട്ട് ഉറങ്ങാനും കഴിയില്ല, പണിക്ക് പോവാനും പറ്റൂല. അത് അവരുടെ ജോലിയാണ്. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ന്യൂസ് ഇല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ട് അവരുടെ സമയം കളയും. നമ്മളത് കണ്ടിരുന്നിട്ട് അത്യാവശ്യം അറിയേണ്ട ഹെഡ്ലൈൻസ് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അള്ളാഹുവിന്റെ കലാം ഒരു ജുസ് എങ്കിലും ഓതാനുള്ള സമയം ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കും. അള്ളാഹുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെ ഒരു മാസത്തിൽ ഒരു ഖതം ഓതിയാൽ ജീവിതത്തിന് വല്ലാത്തൊരു രസം വരാനുണ്ട്. ഖൽബിനൊരു നൂർ അല്ലാഹു തആല തരും. അള്ളാഹുവിന്റെ കലാമുമായി ഒരു അടുപ്പം വരും. അങ്ങനെ വരുമ്പോൾ പൈശാചികമായ ചിന്തകൾ കൽബിലേക്ക് വരില്ല. അള്ളാഹുമായുള്ള അടുപ്പം വരും. നമ്മുടെ ജീവിതത്തിൽ റബ്ബ് ഇടപെടുന്നത് ഇങ്ങനെ കാണാൻ കഴിയും. നമ്മുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റെഡിയാക്കി തരുന്നത് കാണാം. ആ രീതിയിൽ അള്ളാഹുവിന്റെ കലാമുമായുള്ള ബന്ധം നിങ്ങൾ എന്തേ ഇത്രയും അത്ഭുതങ്ങൾ കിടക്കുന്ന അള്ളാഹുവിന്റെ വചനം വേണ്ട രീതിയിൽ എന്തേ നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ കൊടുക്കാത്തത് എന്ന് റബ്ബ് തആല ചോദിക്കുകയാണ്. അല്ലാഹു തആല അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യത്ലു കിതാബക ആനാ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ. ഒരുപാട് തവണ നിന്റെ കലാം ഓതുകയും പഠിക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ